ഞാൻ ചെയ്തേക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ ശരിക്കും അറിയില്ല എന്നിട്ടാ. ഞാൻ എൻ്റെ വീട് വെച്ചിട്ട് വീട് വിറ്റിട്ട് വേറെ ആൾക്ക് വീട് വെച്ച് കൊടുത്ത ആളാണ് ഞാൻ. 15 വർഷം വാടക താമസിച്ചിട്ട് ഞാൻ വീട് വെച്ച്. ആ വീട് വിറ്റിട്ട് ഞാൻ 10 ലക്ഷം രൂപ മേലെ മുടക്കിയിട്ട് ഒരാൾക്ക് ഞാൻ വീട് വെച്ച് കൊടുത്തു, ഒരു ക്യാൻസർ പേഷ്യൻറ്റിന്. ഒരു നേരത്തെ മരുന്ന് മേടിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് ഞാനും എൻ്റെ വൈഫും കൂടി ചെന്നാൽ. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ ഈ പേഷ്യൻ്റ് കിടക്കണം ഈ ഫ്ലെക്സ് വിരിച്ചൊരു വീട്, അതിൻ്റെ ഫ്ലെക്സ് ഇട്ടിട്ട് അതിലാണ് കിടക്കണത്. എൻ്റെ വൈഫിന് ഞാൻ നമുക്കൊരു കട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കട്ടിൽ വാങ്ങിക്കാൻ വൈഫ് നമുക്കൊരു കുഞ്ഞു വീട് വെക്കാമെന്ന് പറഞ്ഞു. കാരണം 2 പെൺമക്കളാണ്, +1 +2 പഠിക്കുന്നത് മരട്ടിൽ ഇവിടെ തന്നെ. +2 +1 പഠിക്കുന്ന 2 പെൺകുട്ടികൾ. ഇവർ ബാത്റൂമിൽ പോകണം എപ്പോഴാണെന്ന് അറിയാമോ? വെളുപ്പിന് 4 മണിക്ക് അല്ലെങ്കിൽ 3:30 എണീറ്റിട്ട് പറമ്പിൽ പോകണം. തിരിച്ച് പിന്നെ പോകണമെങ്കിൽ നൈറ്റ് എല്ലാവരും ഉറങ്ങുമ്പോൾ രാത്രി സ്ഥലത്ത് പോകണം. അപ്പോൾ വൈഫിൻ്റെ പറഞ്ഞു ചേട്ടാ നമുക്കൊരു കുഞ്ഞ് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനത് പറഞ്ഞാൽ നമുക്ക് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത വീട്ടുകാരൊക്കെ വന്ന് ആൾക്കാരൊക്കെ വന്ന് നമുക്ക് എല്ലാവർക്കും കൂടി സഹകരിച്ച് വലിയ വീട് വെച്ച് കൊടുക്കുക. പിന്നെ ഒരു കല്ലെടുക്കാൻ ഒരാൾ വെച്ചിട്ടുണ്ടാവും, ഈ പിന്നെ ലേബർ ചാർജ് കൊടുക്കേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞ്. ഫസ്റ്റ് കല്ലിട്ടെന്ന് എല്ലാവരും വന്നാൽ പിന്നെ ആരും വന്നില്ല. പിന്നെ ഞാനും വൈഫും എൻ്റെ ഈ പറഞ്ഞ പയ്യനും അദാനീസ് എന്ന് പറഞ്ഞാൽ അവനും മാത്രമേ ഉള്ളത്. അപ്പം ഞാൻ കോഴിക്കോട് ഇതിൻ്റെ ആണെന്ന് തോന്നുന്നു ഷൂട്ട് കിടക്കണം കോഴിക്കോട്. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ തറയിട്ട് വന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയി. അപ്പം ഞാൻ എത്ര ലോഡ് കല്ലടിച്ചു എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് 14 ലോഡ് കല്ലടിച്ചു. ഒരു വീട് വെക്കാൻ 14 ലോഡ് കരിങ്കല്ലിൽ അടിച്ചെന്ന്. ഞാൻ വരുമ്പോഴത്തേക്ക് എൻ്റെ നെഞ്ചിൻ്റെ പൊക്കത്തിന് തറയിട്ട് വെച്ചേക്കുക, വീടിൻ്റെ തറ. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്തായിട്ടത്? അല്ല വെള്ളം കയറുമോ എല്ലാം ചെയ്തതിൻ്റെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നേട്ടാ ഞാൻ ചെയ്തോളാം എന്ന് തന്നെ. അങ്ങനെ ഞാൻ തന്നെ നിന്ന് പണിത് 2 ബെഡ്റൂം അറ്റാച്ച്ഡ്, ബാത്റൂം, ഹാള്, കിച്ചൺ, വർക്ക് ഏരിയ ഒക്കെ ആയിട്ട് ഒരു നല്ല വീട് അവർക്ക് വെച്ച് കൊടുത്ത് ഇപ്പം ആ കുഞ്ഞുങ്ങൾ സുഖമായിട്ട് ടോയ്ലറ്റിൽ പോകും. അവർ കാര്യങ്ങൾ അവർ വിളിക്കാറുണ്ട്, വൈഫിനെ എന്നെ വിളിക്കാറുണ്ട്. നിങ്ങൾ എന്നിട്ട് വേറെ വീട് വെച്ചോ സ്വന്തം? ഞാൻ വാടകക്ക് ഇപ്പോഴും ഫ്ലാറ്റിൽ. അപ്പൊ നിങ്ങൾക്ക് സ്വന്തം വീട് വെക്കണ്ടേ? നമ്മൾ അത്രയും സെൽഫിഷ് അല്ല. ഞാൻ എൻ്റെ സന്തോഷം എൻ്റെ വൈഫിൻ്റെ സന്തോഷമാണ് ഞങ്ങളുടെ ലൈഫ്. ഞങ്ങൾക്ക് എല്ലാത്തിനും ഒരു ചൂട് മുമ്പിലാത്തി. ഇപ്പം അടുത്ത വൈഫിൻ്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? ഞങ്ങൾ അടുത്ത സ്ഥലം മേടിച്ചിട്ട് ആ വീട് വെച്ചിട്ട് ആരോരും ഇല്ലാത്ത അമ്മമാരും ഞങ്ങളോട് താമസിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു വീട് വെക്കാനായിട്ടാണ് ഇപ്പം എൻ്റെ വൈഫിൻ്റെ പ്ലാൻ. അത് തന്നെയാണ് എൻ്റെ പ്ലാൻ. ഞങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ ജീവിതം. നിങ്ങളുടെ പേര് പാഷാണം ഷാജി എന്നാണെങ്കിലും പേരിൽ മാത്രമേ ഉള്ളൂ പാഷാണം, ബാക്കിയൊക്കെ ഞാൻ ഓക്കെ. ബാക്കി അങ്ങനെയല്ല. ഇനി ചേട്ടൻ്റെ തന്നെ ഞാൻ ഒരിക്കൽ ഒരു പത്രവാർത്തയിൽ കണ്ടിട്ടുണ്ട്, പോലീസിനെ കണ്ടാൽ ഞാൻ പണ്ട് ഓടി ഒളിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ പോലീസിലായിരുന്നു എന്നൊക്കെ പറഞ്ഞത് വെറുതെ ഒരു ഇതിനു വേണ്ടി പറഞ്ഞതാണോ അതോ? ഇല്ല, ഞാൻ സെലക്ഷനൊക്കെ പോയിട്ട് എനിക്ക് സെലക്ഷനൊക്കെ കിട്ടിയതാണ്. പക്ഷെ അപ്പോഴും നമുക്ക് മിമിക്രി അല്ലേ ഉള്ളിൽ കിടക്കണത്. ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞു. ഹിൽ പാലസിൽ ഞാൻ പോയി, എന്നെ കയറൊക്കെ ഇവിടെ തോന്നണം, എന്നെ കയറ് പൊക്കത്തിന് കയറിട്ട് അതിൻ്റെ ഇവിടെ കൂടിയാണ് പോണ കയറ്. ഫിസിക്കലി അല്ല, ഞാൻ ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കളിക്കണേ, എല്ലാം പാസ്സായതാ. പക്ഷെ ഞാൻ വീട്ടിൽ വന്നിട്ട് തോറ്റുപോയി തോന്നുന്നു. പിന്നെ മലപ്പുറത്താണ് റിട്ടേൺ ഡിസ്ട്രിക്ട്, പോയില്ല. അതിൽ പോയില്ല. പക്ഷേ ഒരു ഫോട്ടോ കണ്ടിട്ട് പലരും ഇത് പാഷാണം ഷാജി അല്ലേ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം. ഇത് പുള്ളിയുടെ ഡ്യൂപ്പല്ല കേട്ടോ, ഞാൻ എൻ്റെ ഡ്യൂപ്പാ പുള്ളി.